സീക്രട്ട് കോഡുകളും മാജിക് ട്രിക്കുകളും ഒക്കെ ChatGPT-യിലുമുണ്ട്. പക്ഷേ എവിടെ ഉപയോഗിക്കണം എന്നറിയണം. നന്നായി പ്രാക്ടീസ് ചെയ്യുകയും വേണം. റോൾ, ടാസ്ക്, കോണ്ടെക്സ്റ്റ്, ഫോർമാറ്റ്, RTCF പ്രോംപ്റ്റിംഗ് ടെക്നിക്. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റിംഗ് ടെക്നിക്കാണ്. കുറച്ചുകൂടി വിശദമായ ഒരു പ്രോംപ്റ്റിംഗ് ടെക്നിക്ക് വേണമെങ്കിൽ നമുക്ക് CoStar ഉപയോഗിക്കാം. കോണ്ടെക്സ്റ്റ്, ഒബ്ജക്റ്റീവ്, സ്റ്റൈൽ, ടോൺ, ഓഡിയൻസ് ആൻഡ് റെസ്പോൺസ് ഫോർമാറ്റ്. CoStar ഫ്രെയിംവർക്ക് നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചാൽ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കൂടെ സയ്യിദ് മസൂദ് എന്ന പോലെ ChatGPT-യെ നമ്മളുടെ ഒരു CoStar-ആയി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു റിയൽ ഹീറോ ആവാൻ സാധിക്കും. എപ്പോഴും പുതിയ ടെക്നിക്കുകൾ ഉണ്ടാക്കിയെടുക്കുകയൊന്നും വേണ്ട. നമ്മൾ ഇൻ്റർവ്യൂവിന് ആൻസർ പറയുമ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന സ്റ്റാർ ടെക്നിക്കില്ലേ, സിറ്റുവേഷൻ, ടാസ്ക്, ആക്ഷൻ, റിസൾട്ട്. ഇതും നമുക്ക് വേണമെങ്കിൽ വളരെ എളുപ്പത്തിൽ ഒരു പ്രോംപ്റ്റിംഗ് ടെക്നിക്കായിട്ട് മാറ്റാൻ സാധിക്കും. ഇനി നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ആകുമ്പോൾ, ഇതിൻ്റെ ഒരു നാക്ക് പിടികിട്ടുമ്പോൾ സ്വന്തമായിട്ട് നമ്മൾക്ക് ഇതുപോലെയുള്ള പ്രോംപ്റ്റിംഗ് ടെക്നിക്കുകൾ, ഫ്രെയിംവർക്കുകൾ ഉണ്ടാക്കിയെടുക്കാം. ക്ലാസ് എന്നത് അതുപോലെ ഒന്നാണ്. അധ്യാപകർക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ്. ലെസൺ പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അടുത്ത തവണ നമുക്കും ചോദിക്കണ്ടേ, സാധനം കയ്യിലുണ്ടോ?